ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ഡൊപ്പി അരി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഈ ഡൊപ്പി അരി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഡൊപ്പി അരി. നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ഈ ഡൊപ്പി അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഡൊപ്പി അരി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് 8 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. ഞാനിവിടെ മുഴുവനെയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതും വാഷ് ചെയ്തെടുക്കാം. ഈ ഉഴുന്നും ഉലുവയും ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതും 8 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉഴുന്നും അരിയും അരച്ചെടുക്കുന്നത്. ഇതിവിടെ 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ 1/4 മുതൽ 1/2 കപ്പ് വെള്ളം വരെ കുറേശ്ശെ ഒഴിച്ചു വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ആദ്യമേ വെള്ളം നമ്മൾ കൂടുതലിട്ട് അരച്ചാൽ ഈ ഉഴുന്നും അരിയും നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. ആദ്യം നമ്മൾ ഉഴുന്ന് അരച്ച ശേഷമാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഉഴുന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോപ്പ് പോത പോലെ ഇത് നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഉഴുന്നിവിടെ ഞാൻ ആട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ആട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉഴുന്ന് മാറ്റിയ ശേഷം ഉഴുന്ന് ആട്ടിയ അതേ ഗ്രൈൻഡറിൽ തന്നെയാണ് നമ്മൾ അരിയും ആട്ടിയെടുക്കുന്നത്. ഇത് വാഷ് ചെയ്യുകയൊന്നും വേണ്ട. അരി അരച്ചെടുക്കുമ്പോഴും നമ്മൾ 1/4 ഗ്ലാസ് മുതൽ മാക്സിമം 1/2 ഗ്ലാസ് വരെ വെള്ളം മാത്രമേ ഇതിൽ കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കത്തുള്ളൂ. കുറേശ്ശെ ഒഴിച്ച് മാത്രമേ നമ്മളിത് അരച്ചെടുക്കത്തുള്ളൂ. അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരി അരയ്ക്കുമ്പോഴേക്ക് നമ്മൾ റവയുടെ പരുവത്തിന് വേണം അരച്ചെടുക്കേണ്ടത്. തീരെ അങ്ങ് മഷി പോലെ അരച്ചെടുക്കേണ്ട, കുറച്ച് തരിതരിപ്പ് വേണം. തരിതരിപ്പ് വേണം എന്ന് പറയുമ്പോഴേക്ക് റവയുടെ പരുവമാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഒട്ടും അരയാത്ത പരുവമല്ല. നമ്മൾ മാവ് അരച്ചത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി അരച്ചെടുത്ത അരിമാവ് നമുക്ക് ആട്ടി വെച്ച ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരച്ച അരിമാവ് നമുക്ക് ഈ ആട്ടി വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ആട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരിയും ഉഴുന്നും നന്നായിട്ട് മിക്സ് ആവത്തക്ക രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിനെ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. കാരണം ഇത് ഫെർമെൻറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് ഡബിളായി വരും. ഇതിവിടെ പൊങ്ങാനായിട്ട് ഞാനിവിടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ ആട്ടി വെക്കുമ്പോൾ വലിയ പാത്രം തന്നെ ആട്ടി വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ മാവ് നമ്മൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ മാവിൻ്റെ ഇരട്ടിയാവുമ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ സ്പേസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് ആട്ടി വെക്കണം എന്ന് പറയുന്നത്. ഇതിനി പാത്രം അടച്ചിട്ട് 8 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല സോപ്പ് പോത പോലെ ഇത് പൊങ്ങി വന്നിരിക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ
ഇന്നലെ അരച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്ത കാരണം ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇഡ്ഡലിയുടെ മോൾഡാണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി പെട്ടെന്ന് ഇളകി കിട്ടാനാണ് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കേണ്ട സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനുള്ളിലേക്ക് നമുക്ക് ഈ ഇഡ്ഡലിയുടെ മോൾഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഓരോ സ്പൂൺ വീതം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 5 മുതൽ 7 മിനിറ്റ് വരെ ഇത് ആവി കയറ്റിയെടുക്കണം. ഇതിവിടെ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് തണുത്ത ശേഷം ഇഡ്ഡലി മോൾഡിൽ നിന്ന് ഇളക്കാം. ഈ ഇഡ്ഡലി മോൾഡിൽ നിന്ന് നമുക്ക് ഈ ഇഡ്ഡലി ഇളക്കിയെടുക്കാം. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലെയുള്ള ഇഡ്ഡലിയാണിത്. ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, തണുത്ത ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല പാകത്തിനാണെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ കൈകൊണ്ട് ഇളക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.